ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ ഓട്ടോ. നമ്മളിന്ന് വന്നിട്ടുള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് രാമനാട്ടുകര ക്ലാസിക് മോട്ടോഴ്സിലാണ് വന്നിട്ടുള്ളത്. പിയാജിയോൻ്റെ ജില്ലയിലെ ഏറ്റവും വലിയ ഷോറൂമാണ്, ഹെഡ് ഓഫീസാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് പിയാജിയോൻ്റെ പുതിയ വണ്ടികളുടെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പുതിയ വണ്ടികളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഓരോ വണ്ടിയുടെയും ഓരോ വീഡിയോ ആയിട്ട് തന്നെ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ടും രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് പിയാജിയോൻ്റെ ആപ്പ സിറ്റി പ്ലസ് എന്ന് പറയുന്ന വണ്ടിയാണ്. ആപ്പ സിറ്റി പ്ലസ് ഉണ്ട്, ആപ്പ സിറ്റി ഉണ്ട്. ചെറിയ വണ്ടികളിൽ വരുന്ന രണ്ട് വണ്ടിയാണിത്. ഇതിൻ്റെ ആപ്പ സിറ്റി എന്ന് പറഞ്ഞ വണ്ടിയാണ് കാണുന്നത്. ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ എല്ലാം സെയിം ആണ്. ബാക്കിൽ കുറച്ച് സ്പേസ് കൂടും, നമുക്ക് ലഗേജ് സ്പേസ് കുറച്ച് കൂടുതലാണ് ആപ്പ സിറ്റി പ്ലസ്സിൽ. ആപ്പ സിറ്റിയിൽ ലഗേജ് സ്പേസ് ഉണ്ടാവില്ല, അത്രയും ഡിഫറൻസേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം എഞ്ചിനും കാര്യങ്ങളൊക്കെ സെയിം ആണ് വണ്ടിക്ക് വരുന്നത്. സിറ്റി പ്ലസ്സിൽ ഈ ഒരു ലഗേജിൻ്റെ ഒരു പോസിറ്റീവ് ഉണ്ട്, അത്രേ വരുന്നുള്ളൂ. പിന്നെ ഷേപ്പും കാര്യങ്ങളൊക്കെ സെയിം ആണ്. BS4 എഞ്ചിന് കൺവേർട്ട് ചെയ്തിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് BS6 ആക്കിയതാണ്. അതിൽ വരുന്ന മെയിൻ മാറ്റം എന്ന് പറയുന്നത് ഡ്രൈവർ സീറ്റിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു നമ്മളിതുവരെ കാണാത്ത ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്, ഒരു വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൊല്യൂഷൻ, വണ്ടിയുടെ ഡീസൽ വണ്ടിക്ക് പൊല്യൂഷൻ കൂടുതലായിട്ടാണല്ലോ ഇപ്പോൾ നിലവിൽ CNG ഇലക്ട്രിക്കോ വന്നിട്ടുള്ളത്. അപ്പോൾ ആ പൊല്യൂഷൻ കുറക്കാൻ വേണ്ടിയിട്ട് കമ്പനി കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ഒരു വാട്ടറിൻ്റെ സംഭവം. ഇത് 60 കിലോമീറ്റർ റണ്ണിങ് വരുമ്പോൾ 1 ലിറ്റർ വെള്ളം വെച്ചിട്ട് കുറയും. അത് നമ്മൾ റീഫിൽ ചെയ്ത് കൊടുക്കണം. നമ്മൾ സാധാ പച്ചവെള്ളം ഒഴിച്ചാൽ മതി. കച്ചറുള്ള വെള്ളങ്ങൾ, അതുപോലെ ഉപ്പുള്ള വെള്ളം അങ്ങനത്തെ ഒന്നും ഒഴിക്കരുത്. സാധാ കുടിക്കുന്ന വെള്ളമാണ് ഒഴിക്കേണ്ടത്. അതാണ് വരുന്നത്. പിന്നെ ഡ്രൈവർ സീറ്റിൻ്റെ അടിയിൽ ചെറിയൊരു സ്പേസ് വേറെയും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും നമുക്ക് ടൂൾ ബോക്സും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത്രേ വരുന്നുള്ളൂ. പിന്നെ ബാറ്ററി വരുന്നത് ഈ ഒരു സൈഡിലാണ്. നമ്മുടെ ഡീസൽ ടാങ്ക് മറ്റ് സാധാ വണ്ടികളുടെ പോലെ തന്നെ ഇവിടെയാണ് വരുന്നത്. എൻജിൻ സൈഡ് ഇതിൻ്റെ തൊട്ട് താഴെയാണ്. ഇതാണ് നമ്മുടെ ലഗേജ് സ്പേസ് വരുന്നത്. ഇവിടെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാം. പാസഞ്ചേഴ്സിന് വേണ്ട അവരുടെ ലഗേജ് ഒക്കെ അതിൽ വെക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ സ്റ്റെപ്പിനി. നമ്മുടെ സ്റ്റെപ്പിനിന്റെ സ്ഥലം എന്ന് പറയുന്നത് നമ്മളെ ഈ ബാക്ക് സീറ്റിന്റെ തൊട്ട് പിൻഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയാണ് വരുന്നത്. അത്യാവശ്യം പാസഞ്ചറിനായാലും ഡ്രൈവറിനായാലും ഒക്കെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ നല്ല വണ്ടി തന്നെയാണ്. ഉള്ളിലൊക്കെ നല്ല സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൂന്നാൾക്ക് നല്ലപോലെ ഇരിക്കാം. നമ്മുടെ ബജാജിന്റെ അത്ര ചെറിയ വണ്ടിയല്ല, എന്നാൽ ഏറ്റവും വലിയ വണ്ടിയല്ല, ഒരു നോർമൽ കപ്പാസിറ്റി ഉള്ള വണ്ടി തന്നെയാണ്. ഇപ്പോൾ വരുന്ന എല്ലാ ഓട്ടോറിക്ഷകൾക്കും ഡോറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എല്ലാ വണ്ടികൾക്കും കൊടുക്കുന്നുണ്ട്. അതുപോലെ രണ്ട് സൈഡിലും ഡോറ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളെ കാണിച്ചു തരാം. ഇതിൽ വണ്ടി സെൻസറാണെന്ന് ചോദിച്ചാൽ സെൻസറാണ്. എന്നാൽ പഴയ പോലെ കമ്പനിയിൽ കൊണ്ടുപോയിട്ട് സർവീസ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടില്ല. പഴയ സെൻസറിന് ഷോറൂമിൽ തന്നെ കൊണ്ടുപോകണമെന്ന് നേരാക്കണമെങ്കിൽ ഈ സെൻസർ നമുക്ക് ഏത് സർവീസ് സെൻറ്ററിൽ പോയാലും ഏത് സാധാ വർക്ക്ഷോപ്പ് പോയാലും നേരാക്കാൻ പറ്റുന്ന സെൻസറുകളെ കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ സാധാ കാണുന്ന ബാറ്ററി, അതേപോലെ ഓയിൽ, എൻജിൻ കൂളിങ്ങിൻ്റെ, ഹീറ്ററിൻ്റെ അത്രയും സെൻസറുകളെ വരുന്നുള്ളൂ. അതേപോലെ നമ്മൾ മറ്റു വണ്ടികളിലൊന്നും കാണാത്ത ഒരു സംഭവം സെപ്പറേറ്റ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സംഭവമാണ്. ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇതിൽ പറഞ്ഞാൽ നമുക്ക് വാട്ടറിൻ്റെ, നമ്മൾ ബാക്കിൽ കാണിച്ച പൊല്യൂഷൻ്റെ വാട്ടറിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. 50% കുറയാതെ ഇതിൽ എപ്പോഴും വെള്ളം കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത് കമ്പനി. ഇത് നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചാണ്. ഇത് വൈപ്പർ, ഇത് ഫോർ ഇൻഡിക്കേറ്റർ, അതേപോലെ ഇത് ഹെഡ്ലൈറ്റിൻ്റെ പാസ്സാണ്, ഇൻഡിക്കേറ്ററാണ്, ഹോണാണ്, സെൽഫാണ്. ഇത്രയും വരുന്നുണ്ട്. അതേപോലെ കമ്പനി ഇൻബിൽട്ട് ആയിട്ട് ഒരു USB പോർട്ടും കൊടുക്കുന്നുണ്ട് ചാർജിങ്ങിനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട്. അതേപോലെ ഇതാണ് നമ്മളെ ചാവി, ഈ ഭാഗത്താണ് വരുന്നത് ഡാഷ് ബോക്സ്. ചാവി ഓണാക്കാൻ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ടിങ് കാണിച്ചു തരാം. ഇത് റിവേഴ്സ് കേബിളിൻ്റെ കേബിളാണ്, ഇത് ഡീകംപ്രഷൻ കേബിളാണ്, ഇത് സ്റ്റോപ്പ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ഡീകംപ്രഷൻ പുള്ള ചെയ്യാം, ഷെൽഫ് അടിക്കാം, ഇത്ര സ്റ്റാർട്ടിങ് വരുന്നുള്ളൂ. ജർക്കിംഗ് ഒക്കെ പഴയ വണ്ടീനെ അപേക്ഷിച്ചിട്ട് കുറവ് തന്നെയാണ്. ഓക്കെയാണ്, സൈലന്റ് എഞ്ചിനാണ്. നമ്മുടെ ഒരു ആപ്പയുടെ ആ ഒരു എഞ്ചിനാണ്. ബാക്കിയുള്ള എല്ലാ വണ്ടിക്കും സെയിം തന്നെയാണ് വരുന്നത്. പിയാജിയോന്റെ ആപ്പയായാലും ഗുഡ്സ് ആയാലും മറ്റ് വലിയ ഓട്ടോറിക്ഷ ആയാലും ഒക്കെ ഈ സെയിം എഞ്ചിൻ തന്നെയാണ് വരുന്നത്. അതിൻ്റെ സൈസിനനുസരിച്ച് മൈലേജിൽ ചെറിയൊരു വ്യത്യാസം വരുന്നു മാത്രമേ ഉള്ളൂ. കമ്പനി പറയുന്നത് ഏകദേശം 35 കിലോമീറ്റർ മൈലേജാണ്. അത് വലിയ വണ്ടിക്ക് ലേശം കുറയും, ഇത് ചെറിയ വണ്ടിയാകുമ്പോൾ കുറച്ച് കൂടും. അത്രയാണ് ഇതിൻ്റെ മൈലേജും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമുക്കിതിൻ്റെ ഫിനാൻസ് എന്ന് പറയുന്നത് റേറ്റും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ ഓരോ ഷോറൂമിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് ഡയറക്റ്റ് വന്നിട്ട് വണ്ടി കണ്ടിട്ട് സംസാരിക്കാനാണ് ഏറ്റവും നല്ലത്. അതേപോലെ ഫിനാൻസ് ഡൗൺ പേയ്മെൻറ്റും കാര്യങ്ങളും ഓരോ ഫിനാൻസിനനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട്. മുദ്ര ലോൺ ഉണ്ട്, അതേപോലെ ബജാജ്, അങ്ങനെ ഒരുപാട് ഫിനാൻസുകളുണ്ടല്ലോ, അതിനനുസരിച്ച് റേറ്റും വ്യത്യാസം ഉണ്ടാവും. 100% ലോൺ കൊടുക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ നിലവിൽ പറയുന്നത്. അതേപോലെ നമുക്ക് ഇതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്കിൻ്റെ പാസ്ബുക്ക്, അതേപോലെ നികുതി അടച്ച ഷീറ്റ്. പിന്നെ മുദ്ര ലോൺ ആണെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു ഡോക്യുമെൻറ്റും കൂടെ വേണ്ടതുണ്ട്. അത് നമ്മൾ അക്ഷയയിൽ പോയിട്ട് ചെയ്യുന്നതാണ്. നമുക്കിവിടെ വന്നാൽ കമ്പനി ഷോറൂമിൽ തന്നെ അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അത്രേ നമുക്ക് വരുന്നുള്ളൂ.
നമ്മൾ ക്ലാസിക് മോട്ടോഴ്സാണ് രാമനാട്ടുകര. അവരെ ഹെഡ് ഓഫീസ് വരുന്നത് ഇത് തന്നെയാണ്. മൊത്തം 8 ബ്രാഞ്ച് ഉണ്ട്. നമ്മുടെ മലപ്പുറം, കോഴിക്കോട് സ്ഥലങ്ങളിലായിട്ട് 8 ബ്രാഞ്ച് വരുന്നുണ്ട്. എവിടെ പോയാലും നമുക്ക് വണ്ടി എടുക്കാവുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ ഇതിലേത് ബ്രാഞ്ചിലും വിസിറ്റ് ചെയ്യുക, വണ്ടി കൊണ്ടുപോകാം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. തൊട്ടടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.